വയോജന സൗഹൃദ നയങ്ങളിൽ കേരളം ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെയാണ് ഓരോ വയോധികരും അതോടൊപ്പം അവരെ ആശ്രയിക്കുന്നതായ അവരുടെ കുടുംബാംഗങ്ങളും ഈ നയത്തെയും തുടർന്ന് വരാൻ പോകുന്ന ഭാവിയിൽ എന്തൊക്കെ നന്മകളാണ് അതിലൂടെ ലഭ്യമാകാൻ പോകുന്ന ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ്. എല്ലാ കാലത്തും സമൂഹത്തിന് വേണ്ടി നവോത്ഥാന നായകന്മാരിൽ കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട്. സതിയെന്ന ദുരാചാരം നിർത്തലാക്കുവാൻ രാജാറാം മോഹൻ്റെ മുൻകൈ എടുത്തതുപോലെ തന്നെ അടിമത്ത നിരോധന നിയമവും മാറുമറക്കൽ സമരവും ഒക്കെ നമ്മുടെ മുമ്പിൽ ഒരു മാതൃകകളായി നിൽക്കുകയാണ്. സമൂഹത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് പരിഗണന വേണ്ടി വരുന്നൊരു സമയത്താണ് അത്തരം ആശയങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. അത് കാലഘട്ടത്തിൻ്റെ നിഴൽ പോലെ ഒരു വെളിച്ചമായത് മാറുകയും ചെയ്യും. ഇവിടെ വളരെ പ്രയോജനകരമായി നമുക്ക് ചിന്തിക്കേണ്ട കാര്യം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രായത്തിൽ ഓരോ വയോധികനും വേണ്ടി എനിക്കെന്ത് ചെയ്യുവാൻ കഴിയും? ഓരോ കാലഘട്ടത്തിനും നമ്മൾ എടുക്കേണ്ടതായ അനിവാര്യമായ ചില തീരുമാനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം. ഇപ്പോൾ നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ വയോധികരെ ചേർത്ത് പിടിക്കുവാനായിട്ട് നമ്മൾ ഒരുമയോടെ നിൽക്കുകയാണ്. സ്ത്രീകൾക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഒക്കെയും ഓരോ സമയങ്ങളിൽ വേണ്ടതായ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കേരളം മുമ്പോട്ട് ആശയങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് വയോജന സംരക്ഷണം എന്നുള്ളത്. അതിനെ വളരെ വളരെ സന്തോഷത്തോടെ നമുക്ക് കാണുവാൻ കഴിയണം. അത് പണമുള്ളവനും പണമില്ലാത്തവനും ഒരേപോലെ അവർക്ക് ആഗ്രഹിക്കുന്ന നിലയിൽ എല്ലാ സർവീസുകളും ലഭിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അതിനൊരു സമൂഹം മുഴുവനും ഒറ്റക്കെട്ടാൻ നിൽക്കണം. സ്കൂളുകളിലും കോളേജുകളിലും ആതുര സ്ഥാപനങ്ങളിലും ബാങ്കുകളിലും പഞ്ചായത്ത് തലങ്ങളിലും എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നത്. ട്രാവൻകൂർ ലൈഫ് സ്റ്റൈൽ എന്ന പേരിൽ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് വയോജനങ്ങളെ സംരക്ഷിക്കുവാൻ ഞങ്ങളെല്ലാവരും ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഒരിക്കലും ഒരു റിട്ടയർമെൻറ്റ് ഹോമിലേക്ക് എല്ലാവരെയും കൂടെ അക്സെപ്റ്റ് ചെയ്യാനോ അവരെ താമസിപ്പിക്കാനോ പറ്റിയെന്ന് വരികയില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എൻ്റെ വീടിനോട് ചേർന്ന് അടഞ്ഞു കിടന്ന കുറച്ച് ഭവനങ്ങൾ അത് വാടകയ്ക്കെടുത്ത് പ്രായമായ മാതാപിതാക്കന്മാരെ അവർക്ക് അഫോർഡ് ചെയ്യാവുന്ന രീതിയിൽ ആ വീടുകളിൽ താമസിപ്പിച്ച്, എന്നാൽ എൻ്റെ ഒരു സംരക്ഷണം ആ നാട്ടിൽ ഞാൻ ഉള്ളതുകൊണ്ട് അവർക്ക് ലഭിക്കുകയും ചെയ്യും. എന്നാൽ അവർക്ക് അഫോർഡബിളായ രീതിയിൽ അതിനെ മാറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും അറിയാം, കഴിഞ്ഞ ദിവസം നടന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ ഫാദർ പെട്ടെന്ന് അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പായി ബാത്റൂമിൽ ഒന്ന് സ്ലിപ്പായി വീണു. ഒന്ന് എടുക്കുവാൻ ആ കെയർ ഗിവറിനെ കൊണ്ട് കഴിയാഞ്ഞപ്പോൾ പെട്ടെന്ന് എന്നെ വിളിച്ചു. ഞാൻ വേറെ ഫംഗ്ഷന് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്, എന്നാൽ അതിന് മുമ്പായി തന്നെ വിവാഹത്തിന് പോകാനാണ് ഞാൻ തയ്യാറായി നിൽക്കുന്നത്. ആ വസ്ത്രം ഇട്ട് തന്നെ ഞാൻ ആ ബാത്റൂമിൽ കടന്ന് ചെല്ലുകയും അദ്ദേഹത്തെ അവിടുന്ന് പൊക്കിയെടുക്കുകയും അദ്ദേഹത്തെ ബെഡിൽ യഥാർത്ഥ സ്ഥാനത്ത് കിടത്തി വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് നമുക്ക് പറ്റുന്ന ഫസ്റ്റ് എയ്ഡുകൾ. അന്നിപ്പം ഞാൻ ചിന്തിച്ചത് കല്യാണത്തെക്കാളും പ്രധാനമാണ് ഈ വയോധികനായ പിതാവ് ഒറ്റയ്ക്ക് അവിടെ കിടക്കുമ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കി കടന്നു പോകാൻ എനിക്ക് കഴിയുന്നില്ല. ഒരു വ്യക്തിപ്രഭാവം എന്ന നിലയിലല്ല ഓരോ കാര്യങ്ങളെ ഞാൻ പറയുന്നത്. അത് എന്നിലേക്ക് വന്നത് എന്നിൽ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടിയതായ അല്ലെങ്കിൽ ദൈവത്താൽ വന്നതായ ചില തീരുമാനങ്ങൾ എൻ്റെ തലച്ചോറുള്ളത് കൊണ്ട് അത് വർക്ക് ചെയ്യുന്നെന്ന് മാത്രം. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയും ഞാൻ ചിന്തിക്കുകയും ഞാൻ സ്വപ്നം കാണുകയും ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നതായ എല്ലാവരും അതുപോലെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനൊരു വ്യക്തിയോട് വാക്ക് പറഞ്ഞ് നിങ്ങളുടെ അപ്പനെയും നിങ്ങളുടെ അമ്മയും ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഞാൻ എടുക്കുമ്പോൾ അതൊരു വാക്കിൽ ഒതുങ്ങാതെ ആ പറയുന്ന വാക്കുകൾക്ക് എൻ്റെ പൂർണ്ണ ഗൗരവം കൊടുത്തുകൊണ്ട് അത് ചെയ്തെടുക്കുവാൻ എല്ലാവരെയും 70-80 പേരെ ഒരുമിച്ച് എനിക്ക് നോക്കാൻ കഴിയുകയില്ല. എന്നാൽ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സ്റ്റാഫിന് ഈ ഒരു വിഷൻ പങ്ക് കൊടുക്കുക, ഈ ഒരു പാഷൻ പങ്ക് കൊടുക്കുക. പലപ്പോഴും നമുക്ക് പണം കൊടുത്ത് സ്റ്റാഫിനെ ഒരു പക്ഷേ ഹയർ ചെയ്യാൻ പറ്റും, പക്ഷേ ഒരിക്കലും പാഷൻ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റുകയില്ല. നമുക്കുള്ള കാര്യം നമ്മൾ പഠിച്ചതും നമ്മൾ അറിഞ്ഞതും കണ്ടതുമായ ഈ തീവ്രമായ അഭിനിവേശത്തെ അവരിലേക്ക് പങ്കുവെക്കുക എന്നുള്ളതാണ്. തീർച്ചയായും അങ്ങനെ സമൂഹത്തിലേക്ക് നല്ലൊരു കൂട്ടം യുവാക്കളും യുവതികളും കടന്നു വരുമ്പോൾ സമൂഹത്തിൻ്റെ മുഖച്ഛായയ്ക്ക് തന്നെ ഒരു മാറ്റം വരും. വളരെ സന്തോഷത്തോടെ ഈ കരിയറിനെ കാണുമ്പോൾ നമുക്ക് കഴിയണം. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻ്റ് പോലുള്ള കോഴ്സുകളിലേക്ക് ഇന്ന് കുട്ടികൾ കടന്നു വരുന്നത് വിദേശത്തേക്ക് പോകാമെന്നുള്ളതായ അതീവമായ ആഗ്രഹങ്ങൾ മൂലമാകാം. എന്നാൽ അത്തരം ആഗ്രഹം നിൽക്കുമ്പോൾ തന്നെയും നമ്മുടെ നാട്ടിലെ മാതാപിതാക്കളെയും സംരക്ഷിക്കുവാനും സ്നേഹിക്കുവാനും കരുതുവാനും നമ്മളെല്ലാവരും ചെയ്യുവാനും നമുക്കിടയാകട്ടെ. അങ്ങനെ സമൂഹത്തിൽ മാറ്റത്തിൻ്റെ ഭാഗമാകാൻ ഒരു വ്യക്തി തനിയെ വിചാരിച്ചാൽ എല്ലാം നേടിയെടുക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. അതൊരു കൂട്ടായ പ്രവർത്തനമാണ്. അത്തരം ചിന്താഗതികളും മനോഭാവങ്ങളും ഉള്ളവർ ചേർന്ന് നിൽക്കുമ്പോൾ അതിനൊരു പൂർണ്ണത വരുവാനിടയായിത്തീരും.
ഈ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി നമുക്കും തീരാം.